വിമാന കമ്പനികൾക്ക് DGCAയുടെ മാർഗനിർദ്ദേശം. വിമാനത്തിന്റെ സമയക്രമം കൃത്യമായി പ്രസിദ്ധീകരിക്കാൻ കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. വിമാനം വൈകുന്നത് നേരത്തെ അറിയിക്കണമെന്നും DGCAയുടെ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ജിൽബി തോംസൺ കൂടി ചേരുകയാണ്. ജിൽബി, ഇന്നും ഇൻഡിഗോ വിമാനത്തിൽ വിമാനം വൈകുന്നതുമായി ബന്ധപ്പെട്ട യാത്രക്കാർ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം വരെ, നമ്മൾ പൈലറ്റിനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം വരെ കണ്ടതാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ DGCAയുടെ മാർഗനിർദ്ദേശം ഇറങ്ങിയിരിക്കുന്നത്. എന്തൊക്കെയാണ് മാർഗനിർദ്ദേശത്തിൽ പറയുന്നത്? അഞ്ജന, ഉത്തരേന്ത്യയിൽ അതിശൈത്യവും അതുപോലെ തന്നെ ശക്തമായ മൂടൽമഞ്ഞുമാണ് അനുഭവപ്പെടുന്നത്. വരും ദിവസങ്ങളിലും ഈ ശൈത്യ തരംഗം ശക്തമാകുമെന്ന് തന്നെ കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടുത്ത മൂടൽമഞ്ഞ് രൂക്ഷമാവുമെന്ന് പറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ, അതായത് കാഴ്ചാപരിധിയൊക്കെ 0 നിൽക്കുന്നു, മൂടൽമഞ്ഞ് ശക്തമാകുന്നു. ഇതിനെ തുടർന്നാണ് വിമാനങ്ങളും ട്രെയിനുകളും മണിക്കൂറുകൾ വൈകുന്നത്. വിമാനങ്ങൾ ഇന്ന് 168 വിമാനങ്ങളാണ് വൈകിയത്. അതായത് ദില്ലിയിൽ നിന്ന് പുറപ്പെടേണ്ടതും അതുപോലെ തന്നെ വരേണ്ടതുമായിട്ടുള്ള 168 വിമാനങ്ങൾ വൈകി. ഒപ്പം 84 വിമാനങ്ങൾ റദ്ദാക്കിയതായും അധികൃതർ അറിയിച്ചിരുന്നു. ഇതിനോടൊപ്പം തന്നെയാണ് ഇത്തരത്തിലൊരു ഗോവയ്ക്ക് പോകേണ്ടിയിരുന്ന അല്ലെങ്കിൽ പൊക്കോണ്ടിരുന്ന ഇൻഡിഗോ ഫ്ലൈറ്റ് അത് ഡിലേ ആകും അല്ലെങ്കിൽ താമസിക്കുമെന്ന് പൈലറ്റ് പറഞ്ഞപ്പോൾ പൈലറ്റിനെ മർദ്ദിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഇതിൽ ഇൻഡിഗോ പരാതിയൊക്കെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അന്വേഷണമൊക്കെ അതിൽ സുരക്ഷാ ഏജൻസി ആരംഭിച്ചിട്ടുമുണ്ട്. എന്തായാലും അത്തരത്തിൽ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായി. അതിൽ പ്രതിഷേധമൊക്കെ അറിയിച്ചതിന് പിന്നാലെയപ്പോൾ വിമാന കമ്പനികൾക്ക് DGCA മാർഗനിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് വിമാനത്തിന്റെ സമയക്രമം കൃത്യമായി പ്രസിദ്ധീകരിക്കാനാണ് കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിമാനം വൈകുന്നത് നേരത്തെ തന്നെ യാത്രക്കാരെ അറിയിക്കണം. അത് മെസ്സേജിലൂടെയോ അല്ലെങ്കിൽ വാട്സാപ്പിലൂടെയോ ഒക്കെ മുൻകൂട്ടി അറിയിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. അതുപോലെ തന്നെ വിമാനങ്ങൾ വൈകുകയോ റദ്ദാക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ യാത്രക്കാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വിമാന അധികൃതർ ഒരുക്കണമെന്നുള്ള കർശനമായ നിർദ്ദേശങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ അതിശൈത്യം മൂലം വിമാനങ്ങൾ വൈകുന്ന സാഹചര്യത്തിൽ DGCA നൽകിയിരിക്കുന്നത്. എന്തായാലും ശൈത്യ തരംഗം ശക്തമാകുന്നു, മൂടൽമഞ്ഞ് ശക്തമാകുന്നതിനാൽ വരും ദിവസങ്ങളിലും ഈ വിമാനങ്ങൾ വൈകുന്നത് ബാധിക്കും, അല്ലെങ്കിൽ വിമാനം ലാൻഡ് ചെയ്യുന്നതൊക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് DGCA ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത്. അഞ്ജന, ഉത്തരേന്ത്യയിൽ വലിയ രീതിയിൽ അതിശൈത്യം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ വിമാനത്തിന്റെ സമയക്രമം കൃത്യമായി പ്രസിദ്ധീകരിക്കാൻ കമ്പനികൾക്ക് DGCA മാർഗനിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വിവരങ്ങളാണ് ജിൽബി തോംസൺ പങ്കുവച്ചത്.